ഇന്ന് ഹരിയേട്ടൻ മലക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ആൾ തലേ ദിവസം തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുളിച്ച് റെഡിയായിട്ട് ഇതാ കുടുവിനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ആൾ ഇറങ്ങുകയാണ്. നമ്മളുടെ അടുത്ത അമ്പലത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ പോകുന്നത്. വൈകിട്ടാണ് പോകുന്നത്. അപ്പോൾ ദീപാരാധനയ്ക്ക് ശേഷമാണ് കെട്ടുമുറുക്കിയിട്ട് പോകുന്നത്. അപ്പോൾ അമ്മ അമ്പലത്തിലേക്കുള്ള പൂവൊക്കെ ആയിട്ട് നേരത്തെ ഇറങ്ങി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഹരിയേട്ടനും പോയായിരുന്നു കേട്ടോ. ഞങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് പോയത്. കാരണം വേറെ ഒന്നുമല്ല, അതാ ഈ നിൽക്കുന്ന ആളെ ഒരുക്കിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞ് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഒരു രക്ഷയില്ല, ഭയങ്കര മേടാണ് ആളെ കൊണ്ട്. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. ഞങ്ങളുടെ വീടിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് അമ്പലം. അങ്ങനെ അമ്പലത്തിൽ വന്നു. എനിക്ക് അമ്പലത്തിലോട്ട് കയറാൻ പാടില്ല കേട്ടോ. ഡെലിവറി കഴിഞ്ഞിട്ട് 90 ദിവസം ആയിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് കയറാൻ പാടുള്ളൂ. അങ്ങനെ ഏട്ടത്തി തൊഴാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോയി. ഞാൻ കൊടുവായിട്ട് പുറത്ത് നിൽക്കുമായിരുന്നു. പിന്നെ അവിടെ ഹൗസ് ബോട്ടിൽ നൈറ്റ് സ്റ്റേ ഉള്ള കുറച്ച് ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നിൽക്കുകയാണ്. അതിലൊരെണ്ണം ചെവിയിൽ ചെമ്പരത്തിപ്പൂവും വെച്ചുകൊണ്ട് പോകുന്നു. എന്തൊക്കെ ജാതി ആൾക്കാരാണല്ലേ. പാവത്തിന് ആരോ പറഞ്ഞ് പറ്റിച്ചാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഹരിയേട്ടൻ കെട്ട് നിറക്കുകയാണ്. ആമീനെ കൊണ്ട് ഒരു നെയ്ത്തേങ്ങ നിറച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ കെട്ടൊക്കെ നിറച്ച് തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. ഹരിയേട്ടനും പിന്നെ വേറെ 2 കൂട്ടുകാർ കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു വള്ളത്തിലാണ് അക്കരയിലോട്ട് പോകുന്നത്. നമ്മുടെ അക്കരയാണ് വണ്ടിയുള്ളത്. അങ്ങനെ അവർ വള്ളത്തിൽ കയറിയിട്ട് നേരെ അക്കരയിലോട്ട് പോവാണ്.